എന്താണ് ലാഭം എന്ന് വെച്ചാൽ ഇതൊന്നും എക്സ്പ്ലനേഷൻ പോലും തരേണ്ട കാര്യമില്ല, വളരെ വേഗത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വരവുമുണ്ട് ചിലവുമുണ്ട് അല്ലേ. അപ്പം നമുക്കുണ്ടായ വരവുകളെ എല്ലാം കൂടി മാറ്റി എഴുതി വെച്ചു, ചിലവുകളെ എല്ലാം കൂടി നമ്മൾ കൂട്ടി. ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറച്ചു, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറച്ചു, ദെൻ നമുക്ക് പ്രൊവിഷൻസ് കുറച്ചു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറഞ്ഞതിന് ശേഷം നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ലാഭം എന്ന് പറയുന്നത്. ലാഭം അതല്ല, അപ്പം വരുമാനത്തെ ചിലവിനേക്കാട്ടിൽ കൂടുതൽ നമുക്ക് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ, വരുമാനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുന്നത്, ലാഭം കിട്ടിയെന്ന് പറയും. അതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ബിസിനസ് പ്രവർത്തിക്കുന്നത്, ബിസിനസ്സിൻ്റെ എയിം തന്നെ എന്താണ്, പ്രോഫിറ്റാണ്. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണ്, കറക്റ്റ് അസർട്ടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായി കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസ് വർക്ക് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് എറൈസസ്, പ്രോഫിറ്റ് ലാഭം എന്താണെന്ന് മനസ്സിലായി. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിൻ ഈ പ്രോഫിറ്റ് ദാറ്റ് എറൈസസ് ഫ്രം ഇവൻറ്റ്സ്, ഒരു ഇവൻറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൽ നിന്നോ നമുക്ക് കിട്ടുന്നതിനെയാണ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതിനെ പറയുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സെയില് നമ്മളൊരു ഒരു ഫിക്സഡ് അസറ്റ് വിറ്റു, നമുക്ക് ഡിപ്രീസിയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എല്ലാം എഴുതി തള്ളി ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റു, സ്ക്രാപ്പിന് വിറ്റപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടി. സോ അതുപോലെ തന്നെ നമ്മൾ വിന്നിങ് ഒരു കോർട്ട് കേസ് നമ്മൾ വിജയിച്ചു, അതുപോലെ തന്നെ അപ്രീസിയേഷൻ വാല്യൂ വന്നു. അപ്രീസിയേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഗോൾഡ് വാങ്ങിയ സമയത്ത് കുറേ വിലക്കുറവായിരുന്നു, പിന്നീട് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഗോൾഡിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ അപ്രീസിയേഷൻ റേറ്റ് വന്നു. ദെൻ ഓഫാണ് അസറ്റിൻ്റെ അപ്രീസിയേഷൻ റേറ്റ്. ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ്, നേട്ടമാണ്. അല്ലാതെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലാഭമല്ല, അല്ലാതെ നമ്മൾ ബിസിനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു കേസ് വിജയിക്കുക എന്ന് പറഞ്ഞാലും, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് വിൽക്കുക എന്ന് പറഞ്ഞാലും ഒന്നും ആ ഒരു സ്ക്രാപ്പിൻ്റെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ വരുമാനമാണ് അല്ലെങ്കിൽ ലാഭത്തിലോട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷേ നോർമലി ഉള്ളൊരു ബിസിനസ് സ്ഥാപനത്തിലെ ഫിക്സഡ് അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമായിക്കോട്ടെ, ഒരു കോടതിയിൽ നിന്ന് കിട്ടുന്ന ഒരു കോർട്ട് കേസ് വിജയിക്കുമ്പോൾ കിട്ടുന്ന പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസറ്റിൻ്റെ അപ്രീസിയേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ നേട്ടത്തിൻ്റെ ഇനത്തിൽ അവിടുന്ന് ഗെയിനാണ്. മനസ്സിലായോ? ദെൻ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമുക്ക് പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥ, നമുക്ക് വരവിനേക്കാട്ടി കൂടുതൽ ചിലവാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഇത്? ദെൻ അടുത്ത ടൈം നോക്കിക്കേ, ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ബിസിനസ്സുകാരനും ബിസിനസ്സും രണ്ടാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ് അല്ലേ. അദ്ദേഹം മൂലധനം നിക്ഷേപിക്കുന്ന സമയത്ത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരൻ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിൽ എപ്പോഴും എന്താണത്, ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്. ദെൻ ബിസിനസ്സുകാരൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയോ ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ നോക്കേ, withdrawal of money and goods by the owner from the business for the personal use is called drawings. Drawings reduces the investment of the owners. ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിൽ നിന്ന് കുറയും. ദെൻ അടുത്ത് നോക്കേ, പർച്ചേസ്. എന്താണ് പർച്ചേസ്? ഒരു ബിസിനസ് അതിൻ്റെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട്, ലാഭമുണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ, ലാഭം വിറ്റെങ്കിൽ മാത്രമല്ലേ നമുക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പം റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ, ഗുഡ്സ് വാങ്ങുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പർച്ചേസസ്. ദെൻ നോക്കിക്കേ, പർച്ചേസസ് ആർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓർ ക്യാഷ്. ഒന്നുകിൽ ക്യാഷിലാവാം, ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. വലിയ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ എല്ലാം ക്യാഷിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. കുറച്ച് ക്യാഷ് കൊടുക്കും, കുറച്ച് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കും, ദെൻ ബാക്കി ക്രെഡിറ്റിലായിരിക്കും. വിൽക്കുന്നതിനനുസരിച്ച് അവർ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതിനിപ്പോൾ ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ട്രേഡിംഗ് കൺസേൺ പർച്ചേസസ്. എന്തിനാണ്? പർച്ചേസസ് ആർ മെയ്ഡ് ഓഫ് മെർക്കൻഡൈസ് ഫോർ റീസെയിൽ വിത്ത് ഓർ വിതൗട്ട് പ്രോസസ്സിങ്. ചിലപ്പം പ്രോസസ്സിങ് ചെയ്തിട്ടായിരിക്കാം അതിനെ വിൽക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാതെ ആയിരിക്കാം വിൽക്കുന്നത്.
ഒന്നുമില്ല. പർച്ചേസസ് എന്ന് വെച്ചാൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണ് പർച്ചേസസ്. ഗുഡ്സിന് ഉണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എക്സ്പെൻസുകളുടെ ഹെഡിലാണ്. എക്സ്പെൻസുകൾ എത്ര രൂപയാണോ ഉണ്ടാകുന്നത് അതിന് ഹെഡായിട്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് എന്ന് പറയുന്നത്. ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ദെൻ പർച്ചേസ് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, പർച്ചേസ് റിട്ടേണും ഉണ്ട്. ദെൻ പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പർച്ചേസിന് എന്താണുള്ളത്, ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ദെൻ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു 50,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു, അതിനകത്തൊരു 10,000 രൂപയുടെ സാധനം കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് തിരിച്ചയക്കും. അപ്പോൾ എന്ത് ചെയ്യും, പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ, പർച്ചേസിന് തിരിച്ചയക്കുന്നു. അപ്പോൾ ടോട്ടൽ പർച്ചേസ് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 50,000 രൂപയുടെ പർച്ചേസായിട്ട് കിടക്കുക, പക്ഷേ 10,000 രൂപയുടെ പർച്ചേസ് തിരിച്ചയച്ചു. നമ്മളെന്ത് ചെയ്യും, പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയും അതിന്. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ നമ്മൾ ഇനി പഠിക്കും, ഇതിനകത്ത് തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറയാം പർച്ചേസ് മനസ്സിലായല്ലോ. ഇതിനടുത്തത് സ്റ്റോക്ക് അഥവാ ഇൻവെൻ്ററി. ഇൻവെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഗുഡ്സ്. ഹാൻഡ് ഗുഡ്സ്, സ്പെയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് ആവാം, ബിസിനസ്സിലെ ഐറ്റംസ് ആവാം. ദെൻ മൊത്തത്തിൽ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഇൻവെൻ്ററി. മൊത്തത്തിലുള്ള സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഇൻവെൻ്ററി. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഈസ് ദി എമൗണ്ട് ഓഫ് ഗുഡ്സ് വിച്ച് ലേയിങ് അൺസോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അതായത് ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് ഇൻവെൻ്ററി അഥവാ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് വിൽക്കാതെ ബാലൻസ് ആയിട്ടിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വർഷം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതും. അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താവും, ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതും. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ പർച്ചേസ് പറഞ്ഞു, ഡ്രോയിങ്സ് പറഞ്ഞു, ദെൻ സ്റ്റോക്ക് പറഞ്ഞു. ഡ്രോയിങ്സ് അറിയാം, ക്യാപിറ്റൽ പിന്നെ ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ നിന്നും സാധനങ്ങളോ പൈസയോ ഒന്നുകിൽ ഗുഡ്സ് ആവാം അല്ലെങ്കിൽ ക്യാഷ് ആവാം എടുത്തുകൊണ്ട് പോകുന്നതിനെ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. ദെൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സോ വാങ്ങുന്നതിനെ നമ്മൾ അതിനായി ഉണ്ടാകുന്ന എക്സ്പെൻസുകളുടെ ഹെഡാണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ. പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചയക്കുന്നതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, വിൽക്കാനായി വെക്കുന്ന ടോട്ടൽ ഇൻവെൻ്ററിയെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നു. വിൽക്കാതെ ഏറ്റവും അവസാനം ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇരിക്കുന്ന സ്റ്റോക്കിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നു. അടുത്ത വർഷം അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതുകയും ചെയ്യും. ഓക്കെ ആണോ? ദെൻ അടുത്ത ടേമാണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് അസറ്റാണ്. എങ്ങനെയാണ് ഇത് കറണ്ട് അസറ്റ് ആകുന്നത്? ഞാനിപ്പം ഒരു വലിയൊരു കച്ചവടം, ഒരു തയ്യക്കട, ഒരു വലിയൊരു ടെക്സ്റ്റൈൽ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കല്യാണ ആവശ്യത്തിനായിട്ട് ഒരാൾ 50,000 രൂപയുടെ തുണി വാങ്ങിച്ചുകൊണ്ട് പോയി. ഓക്കെ, അങ്ങനെ കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ് നടത്തുന്ന സമയത്ത് കുറേ കടം നമുക്ക് പോകുമല്ലോ. അങ്ങനെ കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുടെ ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം ബിസിനസ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരാനുള്ളവരാണ്, നമുക്ക് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കറണ്ട് അസറ്റ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാഷായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാവാം, പെട്ടെന്ന് കിട്ടുന്നതാവാം. ഓക്കെ, ഷോർട്ട് ടൈം അസറ്റാണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ അതവിടെ നിൽക്കട്ടെ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. എന്നാൽ ബിസിനസ് ആർക്കെങ്കിലും പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഒന്ന് നോക്കാം. ഡെപ്റ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഓവ്, ഇത് ഈ വേർഡ് ഓർത്ത് വെച്ചേക്കാം, ഹു ഓവ് ടു ആൻ എൻ്റർപ്രൈസസ് an amount of buying goods or services on credit. കടത്തിന് വാങ്ങിക്കുന്ന സമയത്താണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ദെൻ ദി ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് സച്ച് പേഴ്സൺസ് ആൻഡ് ഓർ എൻറ്റിറ്റീസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഈസ് കാൾഡ് ഇവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ എവിടെയാണ് നമ്മൾ കാണിക്കുന്നത്?
ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ബിസിനസ് ആർക്കാണോ എൻറ്റിറ്റീസ് ഹു ഹാവ് ടു ബി പെയ്ഡ് ബൈ ദ enterprise an amount for providing the enterprise for goods and services on credit. The total amount standing to the favor of such persons or entities on the closing date is called is shown in the balance sheet le sundry creditors liability side കാണിക്കും. നമുക്ക് കിട്ടാനുള്ളവരെ നമുക്ക് അസറ്റാണ്, നമുക്ക് പൈസ കിട്ടാനുണ്ട്, നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കും. കൊടുക്കാനുള്ളവരെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ്, നമുക്കതൊരു ബാധ്യതയാണ്. സോ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇതിനാണ് ഞാൻ പറഞ്ഞത്, തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതായത് ഈ ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്നും നമുക്ക് പൈസ തരാനുള്ള കുറേ വ്യക്തികളെങ്കിലും തരാതിരിക്കും. എന്നുവെച്ചാൽ എല്ലാവരും തരും എന്ന് തന്നെയാണ്, തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എങ്കിലും പെട്ടെന്ന് ഒരാൾ ഇൻസോൾവൻ്റ് ആയി പോയി കഴിഞ്ഞാൽ തരാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെറ്റേഴ്സിന് വേണ്ടി ടോട്ടൽ ഡെറ്റേഴ്സിന് നമ്മൾ പ്രൊവിഷൻ വെക്കും. അതാണ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യും. ദെൻ പ്രൊവിഷൻസ് എത്ര രൂപയാണോ ടോട്ടൽ ഡെറ്റേഴ്സ് ഉള്ളത് അതിൻ്റെ 5% 10% നമ്മൾ എല്ലാ വർഷവും ലാഭത്തിൽ നിന്നും എഴുതി തള്ളും. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകളാണെന്ന് പറഞ്ഞു. ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈയിങ് ഓർ ഇതിനകത്ത് ഇതിനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ബൈയിങ് ഓർ സെല്ലിങ് ഓർ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ഈസ് ടേംഡ്. എക്സ്ചേഞ്ച് ഇൻ വാല്യൂ, ഒരു വാല്യൂ മോണിറ്ററി ടേംസിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് ഏത് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്? കറൻസി ഇല്ലായിരുന്നല്ലോ. അതിനു മുമ്പ് എന്ത് സിസ്റ്റം ആയിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സ്ചേഞ്ച് ചെയ്യും, ചക്ക കൊടുക്കുമ്പോൾ മാങ്ങ കിട്ടും, മാങ്ങ കൊടുക്കുമ്പോൾ തേങ്ങ, അങ്ങനെയല്ലേ കിട്ടുന്നത്. നമുക്ക് എന്ന് വെച്ചാൽ ഒരു മോണിറ്ററി ടേംസിലല്ലായിരുന്നു അല്ലേ. ദെൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എനി ഫിനാൻഷ്യൽ ആക്ഷൻ ബിറ്റ്വീൻ 2 persons or firms which involves a buying or selling exchange in value is termed as business transaction. Then അടുത്ത നോക്കിക്കേ, an activity which creates some effects in the resources of a business is called a business transaction. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം. ബിസിനസ് നടത്തുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു ബിസിനസ്സിൽ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനും. കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലോ ക്രെഡിറ്റ് ട്രാൻസാക്ഷനും വരും. ഓക്കെ, കടത്തിന് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ഇതിനടുത്ത് നോക്കിക്കേ, നമ്മൾ ഇത്രയും ടേംസ്, ഇത് ഇനിയും കുറച്ചും കൂടി ടേംസ് ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. അപ്പം സെയിൽസ് നമ്മൾ പറഞ്ഞു, സെയിൽസ് റിട്ടേൺ, പർച്ചേസ്, ഇമ്പോർട്ടൻ്റ് കുറേ ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, ബുക്ക് കീപ്പിംഗ് എത്ര ടൈപ്പ് ഉണ്ടെന്നാട്ടെ, എത്ര ടൈപ്പ് ബുക്ക് കീപ്പിംഗ് ഉണ്ട്? ദെയർ ആർ 2 types ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. സാധാരണ പല പെട്ടിക്കടക്കാർ അങ്ങനെയുള്ള ചെറിയ ഷോപ്പുകാർ പ്രിപ്പയർ ചെയ്യുന്നതാണ് സിംഗിൾ എൻട്രി. അവർക്ക് വരുന്ന വരവുകളും ചെലവുകളുടെ ഒരു ബുക്കിനകത്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്നാൽ സിസ്റ്റമാറ്റിക് വേ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് 2 തരത്തിലാണുള്ളത്. സിംഗിൾ എൻട്രി സിസ്റ്റവും ഉണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റവും ഉണ്ട്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗും ഉണ്ട്. ദെൻ നോക്കിക്കേ, ഇനി നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? എന്തൊക്കെയാണ്? റെസിപ്റ്റും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഒരു ബിസിനസ്സിനകത്ത് ഒരു ഇടപാടുകൾ നടത്തുമ്പോൾ വരവും ഉണ്ട്, ചെലവും ഉണ്ട്. ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നോക്കേ, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ റെസിപ്റ്റും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും പഠിച്ചായിരുന്നു അല്ലേ. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും റവന്യൂ റെസിപ്റ്റ് എന്നും നമുക്ക് തിരിക്കാം. അതുപോലെ എക്സ്പെൻഡിച്ചറിനെ ആണെങ്കിലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. ഇത് കൂടാതെ
ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും തിരിക്കാൻ പറ്റും. ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ റെസിപ്റ്റ് എന്നും എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ദെൻ നോക്കേ, ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നോർമലി ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ നോർമൽ വർക്കിങ്ങിലൂടെ കിട്ടുന്ന ലാഭത്തിനെ അല്ലെങ്കിൽ വരുമാനത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്? റവന്യൂ റെസിപ്റ്റ്. ദി എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് കൺസേൺ ത്രൂ ദ നോർമൽ കോഴ്സ് ഓഫ് എ ബിസിനസ്. നോർമലി അവർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ എന്ത് പറയുന്നു? റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നു. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം, ഏറ്റവും വലിയ വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ റെക്കറിങ് ഇൻ നേച്ചർ. ഈ മാസം കച്ചവടം നടക്കുന്നു, അടുത്ത ആഴ്ച നടക്കും, അടുത്തതിന് റെക്കറിങ് ആയിട്ട് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അല്ലാതെ സ്ഥിരമായി നടക്കുന്ന ബിസിനസ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്. ലാഭത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല, ഒരു ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ സ്ഥിരമായി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓപ്പറേഷൻസിനനുസരിച്ച് വരുമാനം കിട്ടുന്നതിനെ, റെഗുലറായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് റെസിപ്റ്റ് ആർ ഏൺഡ് ബൈ എ ബിസിനസ് കൺസേൺ വിത്തൗട്ട് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നോൺ റെക്കറിങ് നേച്ചറിലുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ഉണ്ടാകുന്ന വരുമാനമല്ല. എങ്ങനെയായിരിക്കും അപ്പോൾ അതുണ്ടാകുന്നത്? അതായത് നമുക്ക് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ നോർമൽ കോഴ്സിൽ നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ വരുമാനം അഥവാ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയും, അല്ലേ? എന്നാൽ നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റ് വിറ്റു അല്ലെന്നുണ്ടെങ്കിൽ ഇത് സെയിൽ ഓഫ് എ ഫിക്സഡ് അസറ്റ്, ബോറോവിങ്സ്, ദെൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലയബിലിറ്റി ഉണ്ടായി, ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലല്ലാതെ നമ്മൾ നോർമലി നമ്മളൊരു സ്വർണ്ണക്കടക്കാരനാണ്, മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ നമ്മുടെ റവന്യൂ എന്ന് പറയും. പക്ഷേ നമ്മുടെ കടയിലുള്ളൊരു സാധനം നമ്മൾ വിറ്റു, ഒരു ഫർണിച്ചർ വിറ്റു, ദെൻ ആ രീതിയിൽ നമുക്ക് വരുമാനം വരും. സ്ഥിരമായിട്ട് നമ്മൾ വിൽക്കാറില്ലല്ലോ അത്തരം കാര്യങ്ങളൊന്നും. നോൺ റെക്കറിങ് നേച്ചറിലല്ലാത്ത ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും കിട്ടാത്ത ലാഭം, ഓക്കെ, അത്തരം ലാഭത്തിൻ്റെ ഹെഡിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലല്ല വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നോൺ റെക്കറിങ് ആണ്, സ്ഥിരമായി ഉണ്ടാകുന്നതല്ല. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ബോറോവിങ്സ്, ദെൻ ക്യാപിറ്റൽ. പുതിയതായിട്ട് ബിസിനസ്സുകാരൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഒരു പുതിയൊരു ലയബിലിറ്റി വന്നു, നമുക്ക് ഒരു പുതിയൊരു ലയബിലിറ്റി വന്നു. ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി അല്ലേ? ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അതൊരു ലയബിലിറ്റി ആണല്ലോ. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന മെയിൻ കാര്യം, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരു ഓപ്പറേഷൻ ഉണ്ടാവും. ആ ഓപ്പറേഷന് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുണ്ടാകുന്ന റെസിപ്റ്റിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതിനടുത്ത് നോക്കി, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്. റിസോഴ്സ് എത്രത്തോളം കൺസ്യൂം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ വരും, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന വേറൊരു പേരെന്താണ്? എക്സ്പെൻസ് എന്നാണ്, അല്ലേ? ദെൻ അതിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈ മൊത്തത്തിലുള്ള എക്സ്പെൻഡിച്ചർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദെൻ അതുപോലെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞല്ലോ, എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കുന്നു? എക്സ്പെൻഡിച്ചറുകൾ റവന്യൂ റെസിപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞു, റെസിപ്റ്റ് കഴിഞ്ഞു. എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കുന്നു? ഏതൊക്കെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചറുകളെ തിരിക്കുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? നോക്കിക്കേ, റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ദി ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനകം നമ്മൾ റവന്യൂ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരു വർഷത്തിനകം അതിൻ്റെ നമ്മളൊരു ഒരു രൂപ പൈസ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു വർഷത്തേ ഉള്ളൂ. അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അഥവാ എക്സ്പെൻസ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ സച്ച് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈയിങ് ഓൺ ഗുഡ്സ് ഫോർ റീസെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്യാരി ഓൺ ഡേ ടു ഡേ ബിസിനസ് ടു മെയിൻറ്റെയിൻ ഫിക്സഡ് അസറ്റ് ഇൻ വർക്കിംഗ് കണ്ടീഷൻസ് ആർ ടേംഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
നമ്മുടെ ഫിക്സഡ് അസറ്റുകളെ, ഇപ്പോൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, നമ്മുടെ ഫിക്സഡ് അസറ്റുകളെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ചിലവുകളെല്ലാം തന്നെ എന്താണ്, ഏത് ചിലവിനകത്താണ് വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻസിനകത്താണ് വരുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത എക്സ്പെൻസ് നോക്കിക്കേ. റവന്യൂ എക്സ്പെൻസുകൾ നമുക്ക് തിരിക്കാം. ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകളെ ഡയറക്റ്റ് എക്സ്പെൻസുകളെന്നും പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകളെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും പറയും. അതായത് നമ്മുടെ വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ടാക്സ്, റേറ്റ്, ഒക്ട്രോയി, ട്രേഡ് ചാർജസ്, ട്രേഡ് എക്സ്പെൻസ് അല്ല, ട്രേഡ് ചാർജസ്, റോയൽറ്റി, ക്യാരിയേജ്, പവർ, ഗ്യാസ്, കാർട്ടേജ്, ഇതെല്ലാം തന്നെ പ്രൊഡക്ഷനുമായി നേരിട്ടുള്ള ബന്ധമുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റവന്യൂ ആണ്. ഇതുപോലെ ഡയറക്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ദെൻ അഡ്വർടൈസ്മെൻറ്റ്, ക്യാരിയേജ് ഔട്ട്വേർഡ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ്. ഓക്കെ, ഇതിനടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ എ ലോങ് ടൈം അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ലോങ് റണ്ണിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസറ്റുകളിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ചിലവിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ 5 ലക്ഷം രൂപയുടെ ഫിക്സഡ് അസറ്റ് മേടിച്ചു. ആ 5 ലക്ഷം രൂപയ്ക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നുവെച്ചാൽ ലോങ് റണ്ണിലേക്കാണ് നമ്മളത് വാങ്ങുന്നത്, ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനല്ല. ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓൺ ദി അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഓർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി. അതല്ല എന്നുണ്ടെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്യുന്നു. ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നത് ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ആണോ? കാലങ്ങളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ദെൻ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റായ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അതല്ല എന്നുണ്ടെങ്കിൽ പേറ്റൻറ്റോ ഗുഡ്വില്ലോ ഒക്കെ വാങ്ങിയതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഓക്കെ ആണോ? ദെൻ അടുത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ സ്വന്തം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എപ്പോഴും ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഹെഡിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താ നോക്കേ? അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഓഫ് റവന്യൂ ഇൻ നേച്ചർ ബട്ട് ഇറ്റ് ഹാസ് ബീൻ ദ ബെനിഫിറ്റ് ഗെറ്റ് ടു ദി ബിസിനസ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ്. നമുക്കുണ്ടാകുന്ന വലിയൊരു ചെലവാണ്. ഇതിൻ്റെ ഒരു നേട്ടം വർഷങ്ങളോളം നമുക്കുണ്ടാകും. നമ്മളൊരു വലിയൊരു എമൗണ്ട് ചിലവാക്കുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം, മോർ ദാൻ 1 ഇയേഴ്സ്, ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും. മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡിൽ കിട്ടും. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്ലാസ് ഓഫ് എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻക്വയർഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഇറ്റ്സ് ആപ്ലിക്കബിൾ എയർ ഓൺലി യുവർ പാർട്ട്ലി ടു ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമ്മൾ ഈ ഒരു എക്സ്പെൻസ് ഒരു പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ വരും കാലങ്ങളിലെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. മനസ്സിലായോ? ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും ഇത്. ദെൻ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാനിപ്പം എനിക്കൊരു സ്വർണ്ണക്കട തുടങ്ങിയ സമയത്ത് ഞാൻ ഐശ്വര്യ റോയിയെ വിളിച്ചിട്ടാണ് സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഓൾറെഡി സ്വർണ്ണക്കട തുടങ്ങിയതിന് തന്നെ ഒരു 5 കോടി രൂപയായിരുന്നു വെച്ചു. പക്ഷെ അവർക്ക് ഞാൻ എത്ര രൂപ പ്രതിഫലം കൊടുത്തു? അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേരിൽ 1 കോടി രൂപ കൊടുത്തു. ആ 1 കോടി രൂപ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ അതേ വർഷം തന്നെയാണ് ഇവരെ വിളിച്ച് ഇത്രയും വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ തുടക്കം മുതലേ ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻ്റ് എന്നും പറഞ്ഞ് ഈ വലിയൊരു എമൗണ്ട് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ ബിസിനസ് ലോസിലാണ് പോകുന്നതെന്ന് വരത്തില്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓരോ വർഷവും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 1 കോടി രൂപയ്ക്കകത്തുനിന്ന് 10 ലക്ഷം രൂപ വീതം, 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വീതം ഞാൻ എല്ലാ വർഷവും അഡ്വർടൈസ്മെൻ്റായിട്ട് എഴുതിക്കളയും. അത് ഓരോ വർഷവും ട്രൈ ടു ചെയ്യും. എന്നിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിനെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് കാണിക്കും. അങ്ങനെയാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത്തരം ഏതൊക്കെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹെവി ലോസ് നമ്മൾ ഇൻഷുർ ചെയ്യാത്ത അസറ്റിൽ നിന്നും
നമുക്ക് വലിയൊരു നഷ്ടം സംഭവിക്കുക. ദെൻ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ലീസ് ബിൽഡിങ്ങിനെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തു. ദെൻ കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ ബിസിനസ് കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ ബിസിനസ്സിനെ നമ്മൾ മാറ്റി. നേരത്തെ കൊള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ റെൻറ്റ് കുറവായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി റെൻറ്റ് കൂടുതലുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ അവർക്ക് അവിടെ ഒരു വലിയൊരു എമൗണ്ട് കെട്ടിവെക്കേണ്ടി വന്നു. അത്തരം എക്സ്പെൻസുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇതിനടുത്തത് നമ്മൾ അക്കൗണ്ടിങ് എങ്ങനെയാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച്, അക്കൗണ്ടിങ്ങിൻ്റെ ടേംസിനെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചല്ലേ. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്? നമുക്കാണെങ്കിൽ ആദ്യം ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് നമുക്കൊരു ട്രാൻസാക്ഷൻ നടന്നു. ഞാൻ ആദ്യം ഒരു കടയിൽ പോയി. ഞാനൊരു ടെക്സ്റ്റൈൽ നടത്തുന്ന ഒരാളാണെന്ന് വെച്ചോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? മൂലധനമായിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂലധനമായിട്ട് വലിയൊരു ബിൽഡിങ് വാങ്ങിച്ചു, കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ പോയി. ദെൻ അപ്പോഴുണ്ടായ എന്താണ് അതിനകത്ത് കിട്ടുന്നത്? അങ്ങോട്ട് പോയപ്പോഴുണ്ടായ ചിലവ് എനിക്ക് കാണിക്കണം. ദെൻ ടിക്കറ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് കാണത്തില്ലേ ടിക്കറ്റ്? ദെൻ അതുപോലെ അങ്ങനെ ഓരോരോ ചിലവുകളും ഉണ്ടാകും. അങ്ങനെ ഈ ചിലവുകളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്ര രൂപ ചിലവായി നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെ കാണിക്കുന്ന ക്ലിയർ കട്ടായിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവണം അല്ലേ? അതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റാണ്. എവിഡൻഷ്യൽ പ്രൂഫ് വേണം. ദെൻ സോഴ്സ് ഡോക്യുമെൻ്റ് വേണം. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ജേണൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ജേണലിൽ നിന്നും ആദ്യം നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നും നമ്മളൊരു ട്രാൻസാക്ഷനെ പല കാറ്റഗറിയായിട്ട് നമ്മൾ തിരിക്കും. ജേണൽ എൻട്രി എഴുതും അല്ലേ? ജേണൽ എൻട്രി എഴുതുന്നു. അവിടെ നിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യും. എങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെയാണോ? അപ്പം അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു സോഴ്സ് ഡോക്യുമെൻ്റ് കിട്ടുന്നു. ആ ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾ ജേണൽ, ദെൻ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണല്ലോ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നത്. ദെൻ ട്രാൻസാക്ഷനെ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാകും. ദെൻ അവിടെ നിന്ന് നമുക്ക് നമ്മൾ അവിടെ നിന്നും ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യും. ദെൻ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യും, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും. ദെൻ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഓരോന്നിനും ഇപ്പം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനി അക്കൗണ്ട്സ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഷീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് സാമ്പത്തികാവസ്ഥയിലാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ദെൻ അടുത്തത് എന്തൊക്കെ? ഇപ്പം നമ്മൾ ക്യാഷ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് പർച്ചേസിനാണ് ക്യാഷ് കൊടുത്താണ് സാധനം വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പർച്ചേസ് ബില്ല് കാണും. അഥവാ കടത്തിനാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിലോ സപ്ലയേഴ്സിൻ്റെ ഇൻവോയ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ് കാണും. ദെൻ അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ബില്ല് കാണും. ദെൻ ക്യാഷ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് കാണും. നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു റെസീപ്റ്റ് തരത്തില്ലേ, നമുക്ക് പേയിങ് സ്ലിപ്പ് തരത്തില്ലേ. ദെൻ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ബാങ്കിൽ നിന്ന് വിഡ്രോവൽ സ്ലിപ്പ് കാണും. ദെൻ അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ഡെബിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ടാണ്. ദെൻ സെയിൽസ് റിട്ടേൺ നമ്മൾ വിറ്റ സാധനമാണ്. നമ്മൾ 5000 രൂപയുടെ സാധനം വിറ്റ്, അപ്പോൾ 1000 രൂപയുടെ സാധനം കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവന്നു. സെയിൽ ചെയ്ത സാധനം റിട്ടേൺ വന്നു. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ സെയിൽസ് റിട്ടേൺ വരുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് നോട്ട് കിട്ടും. ദെൻ അതുപോലെ തന്നെ സാലറി കൊടുക്കണം. സാലറി കൊടുക്കുന്ന സമയത്ത് എന്തിനകത്താണ് നമ്മൾ എഴുതുന്നത്? പേറോളാണ് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റ് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അക്കൗണ്ടിങ് ഒരു കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അക്കൗണ്ടിങ്ങിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വളരെ കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന അതേ കണക്കുകളാണ് ഇന്ത്യയിൽ അത് മൊത്തത്തിൽ എല്ലാവരും ചെയ്യുന്നത്, ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്നത് ഇതേ അക്കൗണ്ടിങ് വർക്ക് തന്നെയാണ്. എങ്കിൽ മാത്രമല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ.
എൻ്റെ വർക്കും ഞാനൊരു തുണിക്കട നടത്തുന്നു, അടുത്ത എടുക്കാനും തുണിക്കട നടത്തുന്നു. അപ്പം നമ്മുടെ ഏതെണ്ണം ലാഭമാണെന്നുണ്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരേപോലെ ചെയ്തെങ്കിലല്ലേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂണിഫോമിറ്റി ഉണ്ടല്ലേ. ദെൻ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ജേണൽ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത്രയും നേരം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ടേംസ് ഉണ്ട് എന്നുള്ളതും എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളതും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഒരു അക്കൗണ്ടൻ്റ് വർക്ക്, ഇനിയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്ക് കീപ്പിങ്ങിനകത്ത് നിന്ന് ഡേറ്റാസ് എല്ലാം എടുത്ത് സോഴ്സ് ഡോക്യുമെൻ്റ് വഴി നമ്മൾ ഡേറ്റാസ് എടുത്തു. ഡേറ്റ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അല്ലല്ലോ, നമുക്ക് ഇനിയും വർക്ക് ചെയ്യേണ്ടേ ഇതിനെക്കുറിച്ച്. എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതണം? എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്? വളരെ സിമ്പിളാണ് ജേണൽ എൻട്രി എഴുതാൻ. കുറച്ച് നിയമങ്ങൾ മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി. ഇപ്പോൾ ജേണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ജേണൽ എന്ന് പറഞ്ഞാൽ ജേണൽ എന്ന വാക്ക് വന്നത് തന്നെ ഫ്രഞ്ച് വേർഡായ ജോർ എന്ന വാക്കിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. ഇതിനടുത്ത് നോക്കിക്കേ, ജേണലിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജേണലിനെ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, അല്ലെങ്കിൽ സബ്സിഡറി എൻട്രി, അല്ലെങ്കിൽ പ്രൈം എൻട്രി, അല്ലെങ്കിൽ ഡേ ബുക്ക് എന്നാണ് എന്തിനെ പറയുന്നത്? ജേണലിനെ പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ സിലബസിനകത്തുള്ളതാണ്. ദെൻ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ഓർ സബ്സിഡറി എൻട്രി, പ്രൈം എൻട്രി അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയുന്നതാണ് എന്തിനെ? ജേണലിനെ പറയുന്ന വേറെ പേരുകളാണ്. ദെൻ ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദെൻ അടുത്ത നോക്കേ, ജേണൽ ഈസ് എ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്, ജേണലിൽ എൻ്റർ ചെയ്യുന്നത്. ജേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് വാക്കാണ്, ഒരു ദിവസം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ദെൻ സബ്സിഡറി എൻട്രി, പ്രൈം എൻട്രി, ഡേ ബുക്ക് എന്നെല്ലാം പറയുന്നത് എന്തിനെയാണ്? ജേണൽ എൻട്രിയാണ്. ഓക്കെ, ദെൻ ഇങ്ങനെ ജേണൽ എൻട്രി എഴുതുന്നതിന് നമ്മൾ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേണലൈസിങ്. ഓക്കെ, ദെൻ അടുത്തത്, പിന്നെ പണ്ട് നമ്മൾ നറേഷൻ എഴുതുമായിരുന്നു, ഇപ്പം നറേഷൻ നിർബന്ധമല്ല. ഒരു ട്രാൻസാക്ഷൻ, ഒരു ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എന്ത് ട്രാൻസാക്ഷൻ ആണോ നടന്നത് അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. നറേഷൻ ഈസ് ദ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. ഇതിനടുത്തെന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ കോളം എന്ന് പറഞ്ഞാൽ ജേണലിനകത്ത് വരുന്നതാണ് ലെഡ്ജർ ഫോളിയോ കോളം. ഇതെന്ന് പറഞ്ഞാൽ പേജ് നമ്പർ ഷോസ് ദ പേജ് നമ്പർ ഓഫ് കൺസേൺഡ് ട്രാൻസാക്ഷൻ ടു ബി ഷോൺ ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിൽ ഏത് നമ്പറാണ്, ലെഡ്ജറിലെ നമ്പർ കാണിക്കുന്നതാണ് ഇവിടുത്തെ ജേണലിൽ എഴുതുന്ന ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ. ലെഡ്ജർ ഫോളിയോ കോളം എന്ന് പറഞ്ഞാൽ ജേണലിലാണ് കാണുന്നത്. ലെഡ്ജർ ഫോളിയോ LF കോളം ഉള്ളത് ജേണൽ എൻട്രി എഴുതുമ്പോഴാണ് LF കോളം എഴുതുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ദ പേജ് നമ്പർ ഓഫ് കൺസേൺഡ് ട്രാൻസാക്ഷൻ ഷോൺ ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിനകത്ത് എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള പേജ് നമ്പർ എഴുതുന്നതാണ് എവിടെയാ? ലെഡ്ജർ ഫോളിയോയിൽ. ഓക്കെ ആണോ? അടുത്തത് ഇത് നോർമലി ഉള്ള ജേണൽ എൻട്രി എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്? വളരെ സിമ്പിളായിട്ട് 3 കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വെറും 3 കാര്യം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമുക്ക് 3 ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളത്. പല മെത്തേഡുകളുണ്ട് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. ഏതൊക്കെ അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. 3 അക്കൗണ്ട് ഉണ്ട്. നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ദെൻ ഈ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ്. എന്താണ്? അസറ്റുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയും. റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്, അസറ്റുകളുണ്ട്. ഓക്കെ. ദെൻ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയും. വ്യക്തികളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാവാം, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് തന്നെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെയാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇത് നോമിനൽ അക്കൗണ്ട്, എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിനെ നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ 3 അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചേക്കുക. അസറ്റുകളുമായി ബന്ധപ്പെട്ട റിയൽ അക്കൗണ്ടിൽ, അസറ്റുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടായ റിയൽ അക്കൗണ്ടിലെ
അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ആ ഒരൊറ്റ റൂൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു അസറ്റാണോ, ബിസിനസ്സിലേക്ക് അസറ്റ് വന്നോ, ബിസിനസ്സിലേക്ക് അസറ്റിൻ്റെ എമൗണ്ട് കൂടിയോ ഡെബിറ്റ് ചെയ്യുക, അസറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞോ ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് അസറ്റ് പോയോ ക്രെഡിറ്റ് ചെയ്തേക്കുക. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റൂളെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ബിസിനസ്സിലേക്ക് എന്താണോ വന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്നും എന്താണോ പുറത്തേക്ക് പോയത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇതിനടുത്തത് പേഴ്സണൽ അക്കൗണ്ട്, വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ. ദെൻ അടുത്തത്, അതും കിട്ടിയ ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആരെ എന്നാണോ പോയ അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട നോമിനൽ അക്കൗണ്ട് എന്താണ് അതിൻ്റെ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഡെബിറ്റ് ആൾ എല്ലാ എക്സ്പെൻസുകളെയും, ട്രേഡിംഗ് ഇതായിക്കോട്ടെ, ട്രേഡിംഗ് ചാർജ് ആയിക്കോട്ടെ, ക്യാരേജ് ആയിക്കോട്ടെ, എന്തൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിക്കോട്ടെ, എന്ത് ചിലവുണ്ടോ അതിനെ അപ്പോഴെടുത്തങ്ങ് ഡെബിറ്റ് ചെയ്തേക്കണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, നമുക്ക് വരുമാനം കിട്ടുകയാണ്, ഇൻകം കിട്ടുവാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞില്ലേ. ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ 3 ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് ഇത്രയും പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓർത്തേക്കുക. ഒരു ട്രാൻസാക്ഷൻ കണ്ട് പൈസ വന്നോ പോയോ എന്താണിത്, എന്നാൽ ആദ്യമേ ട്രാൻസാക്ഷൻ മനസ്സിലാക്കുക, ദെൻ ജേണൽ എൻട്രി എഴുതുക. ദെൻ ഇനി നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ജേണൽ എൻട്രിയെ കുറിച്ചാണ്. സിമ്പിൾ ജേണൽ എൻട്രി ഉണ്ട്, കോമ്പൗണ്ട് ജേണൽ എൻട്രി ഉണ്ട്. എന്ന് വെച്ചാൽ നോർമലി ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് അത്? ഞാനിപ്പം ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ 5000 രൂപയുടെ സാധനം വിറ്റു. 5000 രൂപയുടെ സാധനം വിറ്റത് എങ്ങനെയാണ് വിറ്റേ? ക്യാഷിനാണ് വിറ്റത്. ക്യാഷിന് 5000 രൂപയുടെ സാധനം വിറ്റു. അപ്പം എങ്ങനെയാണ്? ബിസിനസ്സിലേക്ക് എന്താ വന്നേ? ബിസിനസ്സിലേക്ക് അസറ്റായ ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഏത് ഹെഡിലാണ് വന്നേ? സെയിൽസിൻ്റെ ഹെഡിലാണ് വന്നേ അല്ലേ? അപ്പോൾ മനസ്സിലായോ? അസറ്റ് വന്നു. ദെൻ ഏതിൻ്റെ ഹെഡിലാണ് വന്നേ? സെയിൽസിൻ്റെ ഹെഡിലാണ് വന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് വന്നു. ദെൻ അതുപോലെ തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രി ആകുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ മാറ്റം വരുന്നത്? എനി എൻട്രി റെക്കോർഡ് ഇൻ ദ ജേണൽ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ 1 ഡെബിറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 ക്രെഡിറ്റ്. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടാവും. അത്തരം ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ജേണൽ എൻട്രി വളരെ സിമ്പിളാണ്. എക്സാമ്പിൾ ഞാൻ പറയാം, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ +1 പഠിക്കുന്ന സമയത്ത് എപ്പോഴും പഠിക്കുന്നതായിരുന്നു തുടക്കത്തിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ അല്ലേ? ഏതൊരു ട്രാൻസാക്ഷൻ തുടങ്ങുന്നത് എങ്ങനെയല്ലായിരുന്നു? ദെൻ അങ്ങനെ ഒരു അനു എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 50,000 രൂപ ക്യാഷ് ആയിട്ടും 50,000 രൂപയുടെ ഫർണിച്ചറുമായിട്ടാണ് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ എന്ത് നമ്മൾ എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 50,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 50,000. ദെൻ അടുത്ത നോക്കിക്കേ, മിഷനറി കൊണ്ടുവന്നു. മിഷനറി അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയുടെ കൊണ്ടുവന്നു? ഒരു 10,000 രൂപയുടെ ഇരിക്കട്ടെ, 10,000 രൂപയുടെ കൊണ്ടുവന്നു അല്ലേ? ഇദ്ദേഹം ഈ 2 എണ്ണം കൂടെ കൊണ്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. എങ്ങനെയാണ് കൊണ്ടുവന്നേ? ടു ക്യാപിറ്റലിൻ്റെ ഹെഡിലാണ് കൊണ്ടുവന്നേ. ഓക്കെ, ക്യാപിറ്റലിൻ്റെ ഹെഡിലാണ് കൊണ്ടുവന്നത്. അപ്പം ക്യാപിറ്റൽ ഹെഡിൽ എത്ര രൂപ വന്നു? അപ്പോൾ 60,000 രൂപ വന്നു അല്ലേ? അപ്പോൾ ഇതിന് 2 എണ്ണം വന്നില്ലയോ? ഇതിങ്ങനെ 2 എണ്ണം അല്ലേ വന്നേ? ഇതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന്. മനസ്സിലായോ? അപ്പം ജേണൽ എൻട്രി എന്താണെന്ന് മനസ്സിലായി, ഇങ്ങനെ ജേണൽ എൻട്രി എഴുതണമെന്ന് മനസ്സിലായി. സിമ്പിൾ ജേണൽ എൻട്രി, കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. ദെൻ ലെഡ്ജർ എന്താണെന്ന് നമ്മൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു. നമുക്ക് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഈ പറയുന്ന കണക്ക് പല ഹെഡിലോട്ട് നമ്മൾ ക്യാഷ് വന്നു, അതുപോയി ഇതുപോയി എല്ലാം കൂടെ നമ്മൾ ജേണൽ എൻട്രി എഴുതി വെച്ചു. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എഴുതണം. എങ്ങനെ? ഓരോന്നിനും ഓരോ ലെഡ്ജർ എഴുതണം. എങ്ങനെയാണ് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത്? ദ ടേം ലെഡ്ജർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡച്ച് വേർഡ്
ലെഗർ എന്ന് പറഞ്ഞാൽ ഒരു ഡച്ച് വേർഡിൽ നിന്നാണ് വന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ലൈ എന്നാണ്, ടു ലൈ. ദെൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ബ്രോട്ട് അണ്ടർ വൺ പേജ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ significant manner and in terms of money transactions and events. നമ്മൾ ആ ഒരു ഡെഫിനിഷനകത്ത് പറഞ്ഞിട്ടില്ലേ, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനറിൽ നമ്മൾ സമ്മറൈസ് ചെയ്യണം. എങ്ങനെയാണ്? ഒരേ ഹെഡിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചറിലുള്ളതിനെ നമ്മൾ ഹെഡിൽ എഴുതണം. അണ്ടർ വൺ പേജ്, ഒരു ബുക്കിന് ഒരു പേജിൽ നമ്മൾ എഴുതണം. അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് നോക്കേ, ലെഡ്ജറിനെ നമ്മൾ പറയുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ലെഡ്ജറിന് പറയുന്ന പേരാണ് ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്ക് ഓർ സെക്കൻഡറി എൻട്രി. ഓക്കെ, മനസ്സിലായോ? എങ്ങനെ പേര് പറയുന്നത്? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ്, പ്രിൻസിപ്പൽ ബുക്കാണ്, അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറി എൻട്രി ആണ്. ദെൻ ലെഡ്ജറിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നും പറയുന്നുണ്ട്, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ദെൻ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ബുക്കാണ്, അതിലെ സിമിലർ നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളെയും ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ വൺ പ്ലേസ് ഓർ ദ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്, ഒരുമിച്ച് അവരെ എഴുതുക. സമ്മറൈസ് ചെയ്യുന്ന ഒരു ഹെഡിൽ വരുന്നതിനെ നമ്മൾ ഒരു ഹെഡിലാക്കി എഴുതുക, അത്രയേ ഉള്ളൂ. ദെൻ ഈ ലെഡ്ജർ അക്കൗണ്ട് മേ ബി ഡിഫൈൻഡ് ആസ് ദ സമ്മറി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് all transactions relating to person, asset, expense or income which have taken place during a given period of time and shows their net effect. മനസ്സിലായോ? നെറ്റ് എഫക്റ്റ്. ഇപ്പം ക്യാപിറ്റലിൻ്റെ ഹെഡിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു, അതിനെ നമ്മൾ ക്യാപിറ്റലിൻ്റെ ഹെഡിൽ എഴുതും. ദെൻ അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ക്യാപിറ്റൽ കുറേ കൊണ്ടുവന്നു, അല്ലേ? അതിനെ ആ ക്യാപിറ്റലിൻ്റെ ഹെഡിൽ തന്നെ എഴുതിയാലും നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദെൻ എക്സ്പെൻസ്, ഇപ്പോൾ റെൻറ്റ്, ഈ മാസം റെൻറ്റ് കൊടുത്തു, അടുത്ത മാസം റെൻറ്റ് കൊടുത്തു, ആ റെൻറ്റിൻ്റെ ഹെഡിൽ എഴുതും. മനസ്സിലായോ? ദെൻ അങ്ങനെ expense or income which have taken place during a given period of time and shows their net effect. ledger എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ദ ജനറൽ ജേണൽ, വേരിയേഷൻസ് ഇൻ സ്പെഷ്യൽ ജേണൽ. ജനറൽ ജേണൽ എഴുതിയിരിക്കുന്ന, ജേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് വന്ന് അതിനനുസരിച്ച് എഴുതും. ഇപ്പോൾ ക്യാപിറ്റൽ വന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ജേണൽ എൻട്രി നമ്മൾ എഴുതി. അതിനുശേഷം 1ാമത്തെ ദിവസം സെയിൽ, പിന്നെ കുറേ സാധനം പർച്ചേസ് ചെയ്തു, അത് നമ്മൾ പർച്ചേസിൻ്റെ ഹെഡിൽ ഒരു ജേണൽ എൻട്രി എഴുതി. ഇതിന് അടുത്ത ദിവസം റെൻറ്റ് കൊടുത്തു, അടുത്ത ദിവസം അഡ്വർടൈസ്മെൻറ്റിനായി, അടുത്ത ദിവസം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ചിലവായി. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ എഴുതി അങ്ങ് പോവുകയാണ്, അല്ലേ? എന്നിട്ടാണ് നമ്മൾ ലെഡ്ജർ ഓരോ ഹെഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഷഫിൾ ചെയ്ത് കിടക്കുന്നതിനെ ഹെഡുകളിലോട്ട് മാറ്റുന്നതാണ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അങ്ങനെ ഒരു ഡെബിറ്റഡ്, ഇപ്പം അക്കൗണ്ട്സിനെ, കളക്ഷൻ ഓഫ് അക്കൗണ്ട്സിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നതും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതിനെ പല കളക്ഷൻ ഓഫ് അക്കൗണ്ട്സിനെ എടുത്ത് ഒരു ഹെഡിലോട്ടാക്കും. ഇതിനെ നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിനടുത്ത് നോക്കേ, പേഴ്സണൽ സബ് ഡിവിഷൻ ഓഫ് ലെഡ്ജർ. ലെഡ്ജറിൻ്റെ സബ് ഡിവിഷൻ എന്ന് വെച്ചാൽ പേഴ്സണൽ ലെഡ്ജർ. ഇതെന്ന് പറഞ്ഞാൽ കീപ്പിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വ്യക്തികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്, പിന്നെ ലെഡ്ജറുകളെയാണ് പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത്. മേ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു സപ്ലയേഴ്സ് ലെഡ്ജർ എന്നും കസ്റ്റമേഴ്സ് ലെഡ്ജർ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് വെച്ചാൽ ദിസ് ലെഡ്ജർ ഈസ് ആൾസോ നോൺ ആസ് ജനറൽ ലെഡ്ജർ ഓർ നോമിനൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ അല്ലെങ്കിൽ നോമിനൽ ലെഡ്ജർ എന്ന് പറയുന്നു. ദെൻ അണ്ടർ ദിസ് ലെഡ്ജർ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ്. ഇതിനകത്ത് ഏത് അക്കൗണ്ടാണ് വരുന്നത്? റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ റിയൽ അക്കൗണ്ടിനെയും നോമിനൽ അക്കൗണ്ടിനെ കുറിച്ച്? ഈ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും വരുന്നത് എവിടെയാണ്? ഇംപേഴ്സണൽ ലെഡ്ജറിനകത്താണ്. ദെൻ അതുപോലെ തന്നെ ദിസ് ലെഡ്ജർ മെയിൻറ്റെയിൻസ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ലൈക്ക് അസറ്റ്സ്, എക്സ്പെൻസുകൾ. അസറ്റുകളുടെ അക്കൗണ്ടാണ്, എക്സ്പെൻസുകളുടെ അക്കൗണ്ടുകളെയാണ് ഇംപേഴ്സണൽ ലെഡ്ജറിനകത്ത് എഴുതുന്നത്. ദെൻ അടുത്ത ജേണൽ ഫോളിയോ കോളം. ലെഡ്ജർ ഫോളിയോ കോളം നമ്മൾ പറഞ്ഞു. ലെഡ്ജർ ഫോളിയോ എവിടെ എഴുതുന്നത്? ജേണലിലാണ് ലെഡ്ജർ ഫോളിയോ എഴുതുന്നത്. ദെൻ അതുപോലെ ജേണൽ ഫോളിയോ കോളം അപ്പിയേഴ്സ് ഇൻ ദ ലെഡ്ജർ വിച്ച് ഷോസ് ദ പേജ് നമ്പർ ഓഫ് കൺസേൺഡ് ട്രാൻസാക്ഷൻ ടു ബി ഷോൺ ഇൻ ലെഡ്ജർ. ലെഡ്ജറിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ജേണൽ ഫോളിയോ കോളം എന്ന് പറഞ്ഞാൽ ലെഡ്ജറിൽ എഴുതുന്നതാണ്. അതായത് ജേണൽ ഫോളിയോ കോളം ലെഡ്ജറിലാണ് വരുന്നത്. ഓക്കെ,
എന്ത് ലെഡ്ജറിൽ എഴുതും ദ പേജ് നമ്പർ ഓഫ് ദ കൺസേൺഡ് ട്രാൻസാക്ഷൻസ് എവിടെയാണ് ജേണലിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ ആണോ? ദെൻ അടുത്തത് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. അക്കൗണ്ടിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഡെബിറ്റ് എല്ലാം കൂടെ നമ്മൾ ജേണൽ എൻട്രി എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഡെബിറ്റ് വന്നതിന് ഓരോരോ ഹെഡുകളിലാക്കുമല്ലോ. എന്നിട്ട് ഡെബിറ്റ് എല്ലാം എടുത്തെഴുതും, അതിൽ വന്നിരിക്കുന്ന ഡെബിറ്റ് എല്ലാം എഴുതും. വേറെ എന്തെങ്കിലും അതിനകത്ത് ക്രെഡിറ്റ് ഒരു അക്കൗണ്ട് എടുക്കുന്നു, അതിൽ വന്ന ഡെബിറ്റ് എല്ലാം എഴുതും, അതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് എല്ലാം എഴുതും. അതിനെ ബാലൻസ് ചെയ്യും. ഒന്നുകിൽ ഡെബിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് നോക്കിക്കേ. ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്, ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ബാലൻസ് ഓൺ എ പർട്ടിക്കുലർ അക്കൗണ്ട് ഈസ് കാൾഡ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്, ഷ്രിങ്കിങ് ദ ബാലൻസ്. ദെൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ലെഡ്ജർ. ജേണലിൽ കിടക്കുന്ന കാര്യങ്ങളെ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്യാഷ് അക്കൗണ്ട്, ക്യാഷിന് നമ്മൾ വിറ്റു, ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, നമ്മൾ 1000 രൂപയ്ക്ക് 10,000 രൂപ കിടക്കട്ടെ, 10,000 രൂപയ്ക്ക് നമ്മൾ സാധനം വിറ്റു. ഓക്കെ, 10,000 രൂപയ്ക്ക് സാധനം വിറ്റു. അപ്പോൾ ഇത് രണ്ടിടത്ത് വരും. ക്യാഷിൻ്റെ ലെഡ്ജറിലും വരും, ക്യാഷ് അക്കൗണ്ടിലും വരും, സെയിൽസ് അക്കൗണ്ടിലും വരും. മനസ്സിലായോ? ഇത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ക്യാഷ് നമുക്ക് ചിലവായി, ചിലവായതല്ല, നമുക്ക് വരുമാനം കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് എന്നും പറഞ്ഞ് നമുക്ക് ക്യാഷ് കിട്ടി. ഓക്കെ, സെയിൽസിൻ്റെ ഹെഡിൽ വന്നു ആണേ. പിന്നെയും നമുക്ക് വേറെ രീതിയിലും ചിലപ്പം നമ്മൾ സ്ക്രാപ്പ് വിറ്റു, അപ്പോഴും നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ ആ ഒരു ക്യാഷ് എവിടെല്ലാം വരുന്നോ, ക്യാഷിന് എവിടെല്ലാം ഡെബിറ്റ് വന്നോ, അതെല്ലാം അതാത് ലെഡ്ജറിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ് എന്ന്. ഓക്കെ, ഇതിനടുത്തത് ഇതിപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്കൗണ്ടിങ്, ദെൻ ബുക്ക് കീപ്പിംഗ്, ജേണൽ, ലെഡ്ജർ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ശ്രദ്ധിക്കുക. ജേണലിന് പറയുന്ന പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ഫസ്റ്റ് എൻട്രി, സബ്സിഡറി എൻട്രി, പ്രൈമറി എൻട്രി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നോക്കേ, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ഫസ്റ്റ് എൻട്രി, സബ്സിഡറി എൻട്രി, പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് എന്തിനെയാണ്? ജേണലിനെയാണ്. ദെൻ അതുപോലെ ലെഡ്ജർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലെഡ്ജർ ഈസ് ദ ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്, പ്രിൻസിപ്പൽ ബുക്ക്, സെക്കൻഡറി ബുക്ക്, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി, കിങ് ഓഫ് ബുക്ക് എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? ലെഡ്ജറിനെയാണ്. മനസ്സിലായോ? ജേണലിനെയും ലെഡ്ജറിനെയും പറയുന്ന പേരുകൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ഫസ്റ്റ് എൻട്രി, സബ്സിഡറി എൻട്രി, പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് ജേണലിനെയാണ്. ദെൻ ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്, പ്രിൻസിപ്പൽ ബുക്ക്, സെക്കൻഡറി എൻട്രി, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി, ദെൻ കിങ് ഓഫ് ബുക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ്? ലെഡ്ജറിനെയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുമെന്നും അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ദെൻ ലയബിലിറ്റിയോ ഇൻകമോ ആണെന്നുണ്ടെങ്കിൽ അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ആ ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഒരു കോമൺ റൂളാണ്. മനസ്സിലായോ? ദെൻ അടുത്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ് അല്ലേ. അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിങ്, പിന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ, പിന്നെ ജേണൽ, ലെഡ്ജർ, പോസ്റ്റിങ്, ബാലൻസിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. +2 തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബേസ് ലെവലിൽ മനസ്സിലാക്കിയിരിക്കണം, ടേംസ് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് പ്രിലിമിനറി എക്സാം പാസ്സാവാൻ പറ്റട്ടെ. ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പാസ്സാവാനായിട്ട് പറ്റട്ടെ കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് വീണ്ടും കാണാം.